ചേറ്റുകുണ്ട് മീത്തൽവീട് തറവാട്ടിൽ നടക്കുന്ന വയനാട്ടുകുലുവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ബ്രോഷർ പുറത്തിറക്കി. തറവാട് സന്നിധിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വെച്ച് CH കുഞ്ഞമ്പു MLA ആണ് ബ്രോഷറിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. പാലക്കുന്ന് ഘടകം ഭൗതികക്ഷേത്രത്തിന്റെ പരിധിയിൽ വരുന്ന ചേറ്റുകുണ്ട് മീത്തൽവീട് തറവാട്ടിൽ വരുന്ന ഏപ്രിൽ 7 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന വയനാട്ടുകുലുവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ പ്രചരണാർത്ഥമാണ് പ്രത്യേക ബ്രോഷർ തയ്യാറാക്കി പുറത്തിറക്കിയത്. വ്യാഴാഴ്ച വൈകിട്ട് തറവാട് സന്നിധിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വെച്ച് CH കുഞ്ഞമ്പു MLA ബ്രോഷറിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ക്ഷേത്രഘടകം സ്ഥാനികന്മാരായ രവീന്ദ്രൻ കാരണവർ, രവീന്ദ്രൻ കളക്കാരൻ, അശോകൻ നാലിട്ടുകാരൻ എന്നിവർ ചേർന്ന് ബ്രോഷറിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ഈ വടക്കൻ ഭാഗത്ത് ഞാൻ അവിടെ MLA ആയിരുന്നല്ലോ മഞ്ചേശ്വരത്ത്. എന്നെ ഏറ്റവും ബുദ്ധിമുട്ടിച്ചത് ഈ എല്ലാ ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും കോഴിക്കെട്ട് വിടണം. അവസാനം കോഴിക്കെട്ട് MLA ആയി ഞാൻ. എൻ്റെ പേരെന്നെ കോഴിക്കെട്ട് MLA ഇങ്ങനെ. പക്ഷേ അപ്പോഴും നിയമം കണ്ണടയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രത്യേകിച്ച് പോലീസ് മേധാവികളുടെ എല്ലാം മീറ്റിംഗ് വിളിച്ച് നിയമം ഒന്ന് കണ്ണടക്കണം, അല്ലെങ്കിൽ നിർവാഹമില്ല എന്ന് പറഞ്ഞ് നിയമം കണ്ണടച്ചുകൊണ്ടാണ് ഇപ്പോഴും അവിടെ കോഴിയംഗം ഒരു പ്രധാനമാണ്. നമ്മൾ ഇങ്ങോട്ട് നിന്നു. നിയമമില്ലെങ്കിൽ നടക്കില്ല. നിയമപരമായി ഇതിനെല്ലാം പരിരക്ഷ കൊടുക്കണം. തെറ്റായ കാര്യങ്ങൾ നിയമം മൂലം നിരോധിക്കണം. അതിനൊക്കെ ഭാഗമായിട്ടാണ്. പക്ഷെ അത് ഉത്സവത്തിനും ആഘോഷത്തിനും ആചാരങ്ങൾക്കും ചിലപ്പോൾ വിഘാതം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോഴാണ് നിയമം കണ്ണടക്കേണ്ടി വരുന്നത്. നിയമത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിയമത്തിനെ ബെൻഡ് ചെയ്യാം. നിയമത്തിനെ ബെൻഡ് ചെയ്യുന്നത് അത് ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതൃത്വവും നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അത് സ്വാർത്ഥപരമായ ഒരു കാര്യത്തിനോ വ്യക്തിയുടെ താല്പര്യത്തിനോ ആകരുതെന്ന് മാത്രം. പൊതുസമൂഹത്തിന്റെ ഒരു കാര്യത്തിലും ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലും ചില നിയമങ്ങൾ നമുക്ക് ബെൻഡ് ചെയ്യേണ്ടി വരും. അത് അല്പം വളക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ വയനാട്ടുകുലുവൻ തെയ്യംകെട്ടിന് അത്യാവശ്യമാണ് ഈ നായാട്ട് എന്നതുകൊണ്ട്. മൃഗങ്ങളെ വേട്ടയാടി കൊണ്ടുവന്നില്ലെങ്കിൽ വയനാട്ടുകുലുവൻ പൂർണ്ണമാകില്ല എന്നതുകൊണ്ട് വയനാട്ടിന് അനുമതിയില്ലാത്തൊരു നായാട്ട് നമ്മളെല്ലാവരുടെയും ഡിപ്പാർട്ട്മെന്റൊക്കെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഉദയമംഗലം സുകുമാരൻ അധ്യക്ഷനായി. ഘടകം ഭരണസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ബാലകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി PK രാജേന്ദ്രനാഥ്, വൈസ് പ്രസിഡന്റുമാരായ കൃഷ്ണൻ ചട്ടഞ്ചാൽ, KV അപ്പു, പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ P അബ്ബാസ്, B ജയലക്ഷ്മി, ഉദുമ പഞ്ചായത്ത് അംഗം കൃഷ്ണൻ പള്ളം, കോർഡിനേറ്റർ രാജൻ പൂച്ചക്കാട്, CH നാരായണൻ, ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി നാരായണൻ ചൂരിക്കോട്, തീയ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ഗണേശൻ അരമങ്ങാനം, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ സുകുമാരൻ പൂച്ചക്കാട്, പ്രശാന്ത് മുക്കോട്, പാലക്കുന്നിൽക്കുട്ടി, കൃഷ്ണൻ മുക്കോട്, സുകുമാരൻ ചേറ്റുകൊണ്ട്, PP ചന്ദ്രശേഖരൻ, ഐശ്വര്യകുമാരൻ, സതീഷ് കാവടി എന്നിവർ സംസാരിച്ചു. മാർച്ച് 2-നാണ് തെയ്യംകെട്ടിന് മുന്നോടിയായുള്ള സുപ്രധാന ചടങ്ങായ കൂവമളക്കൽ. ന്യൂസ് ബ്യൂറോ, ഉദുമ.